ഇന്നും നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലിരുന്ന് ബോറടിക്കുമ്പോൾ ഇതുപോലെ നമ്മൾ തൊട്ടപ്പുറത്തൊരു പാർക്കുണ്ട്, ആ പാർക്കിൽ പോയിരിക്കുക സ്ഥിരം പരിപാടിയാണ്. അതുപോലെ ഇന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നൊരു പ്രത്യേകത ഉണ്ട്, ഏട്ടനല്ല കൂടെയുള്ളത്, ഏട്ടൻ ഞങ്ങൾ അങ്ങോട്ട് ആക്കി തരുള്ളൂ. പിന്നെ വിളിക്കുമ്പോൾ ഏട്ടൻ വന്ന് പിക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞു കേട്ടോ. ഞാനും മോനും ചെറിയമ്മയും അനിയനും കൂടിയിട്ടാണ് ഇന്ന് പാർക്കിലോട്ട് വന്നിട്ടുള്ളത്. തലേ ദിവസത്തെ മഴയിൽ ഇവിടെ ആകെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇന്ന് കാറായിട്ടല്ല അജു കൂടെ വന്നിട്ടുള്ളത്, ഒരു പന്തായിട്ടാണ്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവനത് പൊക്കി നടക്കാൻ തുടങ്ങി. പിന്നെ അവനത് പിടിച്ച് നടക്കാൻ വയ്യാതെയായി, അത് ഞാൻ തന്നെ പിടിച്ച് നടക്കണമെന്നായി. അങ്ങനെ നടന്ന് ഇരുട്ടാവാൻ തുടങ്ങി കേട്ടോ. അപ്പം ഞങ്ങൾ ഒരു സ്ഥലത്ത് കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്നാക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി സ്നാക്സും വെള്ളമൊക്കെ കുടിച്ച് അവിടെ ഇരുന്നു. ആ സമയത്ത് ഈ ഒരു കളിക്കുന്ന സ്ഥലത്ത് അവൻ കളിക്കുകയായിരുന്നു കേട്ടോ. അജു അങ്ങനെ ഇരുന്നിട്ടൊന്നുമില്ല, ഇതുപോലെ ഓരോരോ ഭാഗത്ത് പോയി ഇരുന്ന് കളിക്കുകയായിരുന്നു. പിന്നെ കൂടെ ഒരാളും കൂടെ ഉണ്ടെങ്കിലാണ് കളിക്കാനൊരു രസമുള്ളൂ. അവൻ ഒറ്റയ്ക്കായ കാരണം അവനൊരു മടിയാണ്. പിന്നെ ഭാഷ അറിയാത്തൊരു സ്ഥലമായ കാരണം അവന് കൂട്ടുകൂടാനൊന്നും ആരും ഇല്ലല്ലോ. നാളെ ഫ്രൈഡേ ആയതുകൊണ്ട് തോന്നുന്നു ഒരുപാട് പേര് പാർക്കിലുണ്ട്. എല്ലാവരും ഇതുപോലെ ഓരോ ഭാഗത്ത് ഇരുന്ന് സ്നാക്സൊക്കെ കഴിക്കുന്നു, ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. ആരും ഇല്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് കളിക്കുന്നുള്ള വാശിയിലാണ്, അവൻ എല്ലാറ്റിലും കയറി ഇറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ നേരം ഞങ്ങളവിടെ ഇരുന്ന് നല്ല കൊതുകിൻ്റെ ശല്യമായിരുന്നു. കൊതുകിൻ്റെ കടി കൊള്ളാൻ വയ്യാഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് നീറ്റ് നടക്കാമെന്ന് കരുതി ഞങ്ങൾ ഈ ഒരു പാർക്കിലോട്ട് ഏകദേശം ഒരു 6 എത്തിയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഞങ്ങളൊരു 4 മണിക്കൂർ നേരം ഈ പാർക്കിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 മണിക്കൂർ നേരം ഈ പാർക്കിൽ എന്താ ഉള്ളതെന്നുള്ള ചോദ്യമായിരിക്കും. ഒന്നും ഉണ്ടായിട്ടില്ല, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ആ ഫുട്ബോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കായിരുന്നു. ജസ്റ്റ് അവൻ്റെ മൂക്കിൽ ചെറുതായി ഒന്ന് കൊണ്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ടായിരുന്നു. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് അവൻ അങ്ങനെ കൊണ്ടത്. അപ്പോൾ അവൻ എന്നോടൊരു ചെറിയ പിണക്കത്തിലൊക്കെ ആണ് കേട്ടോ. അങ്ങനെ നടന്ന് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് എണീറ്റ് നടന്നു. അങ്ങനെ തൊട്ടപ്പുറത്ത് വേറെ ഇതേപോലൊരു പാർക്ക് പോലൊരു സ്ഥലം കൂടെ ഉണ്ട്, തൊട്ടപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് കൂടെ ഒന്ന് പോയി. അവിടെ പോയിട്ട് അവിടെ ഇതേപോലെയൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടു. കുറച്ച് നേരം ആ റോഡ് സൈഡിൽ ഞങ്ങൾ ഇരുന്നു. ഈ ഇരിക്കുന്ന സമയത്ത് എവിടുന്നാന്നറിയില്ല, ഒരു കാറിൽ പാർക്കിലോട്ട് വന്നതാണ്. അവരൊരു കുപ്പി വെള്ളവും അതുപോലെ സ്നിക്കേഴ്സൊക്കെ കൊണ്ടുവന്ന് തന്നു കേട്ടോ. അങ്ങനെ അവരിങ്ങോട്ട് ടാറ്റ വന്നു, ഞങ്ങൾ അങ്ങോട്ട് ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ നേരെ അങ്ങനെ നടന്നു. അങ്ങനെ ഈ ഒരു ഐസ്ക്രീം മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു വണ്ടിയിലാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ, നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ട്. കുട്ടികളിത് കണ്ടാൽ പിന്നെ പറയും വേണ്ട, ഓടിച്ചാടി ഐസ്ക്രീം വേണമെന്ന് വാശി പിടിക്കും. അപ്പോൾ ഞങ്ങൾ 3 ഐസ്ക്രീമേ പറഞ്ഞുള്ളൂ. ഈ സമയത്ത് അജുവിന് ഐസ്ക്രീം വേണ്ടാന്ന് പറഞ്ഞ കാരണം 3 പറഞ്ഞുള്ളൂ കേട്ടോ. അങ്ങനെ അവർ ഫ്ലേവറൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്കറിയുന്ന ഭാഷയിൽ ഒരു ഫ്ലേവറൊക്കെ പറഞ്ഞു കൊടുത്തു. ഇത് മാംഗോയും സ്ട്രോബെറിയും കൂടിയതായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു, നല്ല ടേസ്റ്റി ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. അജുന് വേണ്ടാന്ന് പറഞ്ഞ കാരണം ഞാൻ കഴിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവന് വേണം, പിന്നെ ഞാനത് അങ്ങോട്ട് കൊടുത്തു. പിന്നെ അവൻ അതിൻ്റെ ടേസ്റ്റ് കിട്ടിയപ്പോൾ പിന്നെ അത് മുഴുവനായിട്ട് അവൻ തന്നെ കഴിച്ചു കേട്ടോ. ഐസ്ക്രീം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് മേടിച്ചു. അപ്പോൾ അതെന്താ നോക്കാൻ വേണ്ടി പോയതാണ് അനിയൻ. അപ്പോൾ പിന്നെ അത് അവൻ മേടിച്ചിട്ട് വന്നു കേട്ടോ. നല്ല സ്പൈസി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏട്ടനെ വിളിച്ചു. ഞങ്ങൾ നേരെ ചിറമ്മയുടെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിലോട്ട് പോയത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.